ഇപ്പോൾ STPയുടെ മീഡിയ ഇൻചാർജ് ശ്രീ അൻസാരി അതിനകത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അൻസാരി, ഗ്രീൻ വാലി സ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഇതേക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അവിടെ ഗ്രീൻ വാലി അക്കാഡമി സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങൾ അറിയുന്നത്. ഈ 67 കോടിയുടെ വസ്തുക്കൾ കണ്ടുകെട്ടി എന്ന EDയുടെ കുറിപ്പിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് ഒരറിയിപ്പ് കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തയല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പാർട്ടി നമുക്കറിയാം, ED എന്നത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അവരുടെ താല്പര്യം കൃത്യമായിട്ട് പാർട്ടിക്കും പൊതുജനങ്ങൾക്കും വിവിധ പ്രതിപക്ഷ പാർട്ടികൾക്കും എല്ലാം അറിയാം. അതിന് ഇരയായവരാണ് രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും നേതൃത്വങ്ങളൊക്കെ തന്നെ. ഒരു പകപോക്കൽ നടപടി എന്നുള്ള നിലയിലല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവുന്നില്ല. ഏതായാലും ഔദ്യോഗികമായിട്ട് നമുക്ക് റിപ്പോർട്ടൊന്നും ഇത് ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെൻറ്റർ ട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ വരുന്നത്. നേരത്തെ NIAയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോൾ അത് കോടതി അത് തള്ളിയതാണ്. ആ കണ്ടുകെട്ടിയ നടപടി റദ്ദാക്കിയതുമാണല്ലോ. ഇപ്പോൾ EDയും അതിൽ ചില പ്രോപ്പർട്ടികളാണ് ED കണ്ടുകെട്ടിയെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. STPയെ സംബന്ധിച്ചിടത്തോളം STPയുടേതായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് വേണ്ടിയിട്ട് വാങ്ങിയ 17 സെന്റ് വസ്തുവിന്റെ മാത്രമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അല്ലാതെ STPയായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. അത് മറ്റൊരു ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അത് ട്രസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ എന്തൊക്കെയുള്ളതാണ്. പക്ഷേ STPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തെ STPI ഭൂമിയുടെ കാര്യത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? ഭൂമിയുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് അറിവുള്ളൂ. അപ്പൊ അതേ ആ വിഷയത്തിലാണെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് വളരെ സുതാര്യമായി അതിനെ റെസീപ്റ്റ് അടിച്ച് അതിന്റെ കണക്ക് കൃത്യമായി ഏൽപ്പിച്ച് വാങ്ങിയ വസ്തുവാണ്. അതിനകത്ത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ED ആരോപിക്കുന്ന നിലയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് സമാനമായി ഇങ്ങനെ കണ്ടുകെട്ടേണ്ട സാഹചര്യം ഒന്നും നമുക്കില്ല. ഏതായാലും നിയമപരമായി ഇതിന് മുന്നോട്ട് പോകും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷൻ അറിയാം. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി വലിയ പ്രവർത്തനങ്ങളാണ്, വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള മാധ്യമ വാർത്തകൾ വരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നതിൽ നമുക്ക് സംശയമുണ്ട്. അത് പാർട്ടിയുടെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇത് നേരിടും. വളരെ സുതാര്യമായി വാങ്ങിയ വസ്തുവാണ് ഈ തിരുവനന്തപുരത്തെ 17 സെന്റ് വസ്തു എന്ന് പറയുന്നത്. അതിന് നിയമപരമായി ഞങ്ങൾ നേരിടും. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, ഇപ്പോൾ STPയുടെ മീഡിയ ഇൻചാർജ് അൻസാരി അതിനകത്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ നിയമാനുസൃതമായി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിവെടുത്തുകൊണ്ട് വാങ്ങിയ 17 സെന്റിന്റെ ഭൂമിയിലേക്കാണ് അവർക്ക് ഇങ്ങനെ ഒരു ED അറ്റാച്ച്മെന്റ് നോട്ടീസ് അവർക്ക് ലഭിക്കുന്നത്. മറ്റ് PFIയുമായി ബന്ധപ്പെട്ട ഭൂമികളെക്കുറിച്ചോ ട്രസ്റ്റിനെ കുറിച്ചോ അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഇപ്പോൾ വള്ളുവനാട് ട്രസ്റ്റ്, പാലക്കാട്ടെ വള്ളുവനാട് ട്രസ്റ്റ്, ഇത് ഒരിക്കൽ NIA ഏറ്റെടുത്ത് അത് കോടതി ഒഴിവാക്കി കൊടുത്തതാണ്. ഇപ്പോൾ വീണ്ടും ED അത് അറ്റാച്ച് ചെയ്തു എന്ന് അറിയിക്കുന്നു. ഈ മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാഡമി, അവിടെ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അനുമോദ് അന്വേഷിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് അങ്ങനെ നോട്ടീസും കിട്ടിയിട്ടില്ല. അതവിടെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ED ഇന്നലെ ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കിയത്, അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ലെ, പോപ്പുലർ ഫണ്ടും STPയും ഇത് രണ്ടും ഒരേ സംഘടന തന്നെയാണ്. പോപ്പുലർ ഫണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് STPI. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രണ്ടു കൂട്ടരും പ്രവർത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നാട്ടിൽ കലാപം ഉണ്ടാക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ഈ പറയുന്ന തീവ്രവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തകിടം മറിക്കുക, ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക. 2047 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത് മുഴുവൻ. കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കുക, മുഴുവൻ ഭാരതത്തെയും ഇസ്ലാമിക രാജ്യമാക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ ED ഒരുപാട് പോപ്പുലർ ഫണ്ടിന്റെ ഒരുപാട് സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ കണ്ടുകെട്ടിയിരിക്കുന്നു. അതേപോലെ STPയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലവും പോപ്പുലർ ഫണ്ട് ED അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോടതിയിൽ സമർപ്പിക്കുന്ന രേഖകളാണ്. കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് കൃത്യമായ ബോധ്യം EDക്കും ഉണ്ടാവുമല്ലോ.
അപ്പോ ഇവര് ഈ പറയുന്നത് ഞങ്ങൾ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്നവരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നു, ഞങ്ങൾ ചാരിറ്റി നടത്തുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നു, പാലിയേറ്റീവ് കെയർ നടത്തുന്നു. ഇതെല്ലാ തീവ്രവാദ സംഘടനകളും ഈ പുറമേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവര് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തെളിയിക്കപ്പെട്ട പ്രൂവൺ റെക്കോർഡാണ് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇന്ത്യയിലെമ്പാടും. ഡൽഹിയിൽ നടത്തിയ കലാപമായാലും ബാക്കി നമ്മുടെ രാജ്യത്തെമ്പാടും നടത്തിയിട്ടുള്ള കലാപങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ കലാപങ്ങളൊക്കെ അങ്ങനെ കലാപങ്ങളൊക്കെ നടത്തി. ഇപ്പൊ നേരത്തെ ഈ അറ്റാച്ച് ചെയ്ത് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ഒരു കോടതി വിധിയാണ്. NIA ഇതിന് സമാനമായ രീതിയിൽ കണ്ടെത്തലുകൾ നടത്തി അത് കോടതിയിലേക്ക് കൊണ്ടുചെന്നപ്പോൾ കോടതി ഇത് തള്ളുകയാണ് ചെയ്തത്. അതവിടെ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ഇതിങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. അല്ല, കോടതി ഇപ്പൊ രണ്ടാമത് ED ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകൾ കൂടി ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങ് പറഞ്ഞ രാജ്യദ്രോഹമൊക്കെ വരുന്നത് NIAയുടെ പരിധിയിലാണല്ലോ. അപ്പം NIA കോടതിയിൽ അത് അങ്ങനെ നിസ്സംശയം ഈ വസ്തുവകകൾ ഉണ്ടാക്കിയത് ഇതൊക്കെ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അത് NIA കോടതി തള്ളിയത്. ഇപ്പൊ നമുക്ക് ED കൊടുക്കുന്നത് എന്താണ്? ED PMLA ആക്ട് അനുസരിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചിട്ടുള്ള കേസുകളൊക്കെ ആയിരിക്കും EDയുടെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ട് ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് രാജ്യവിരുദ്ധമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക സമാഹരിച്ച് നിയമം ലംഘിച്ചുകൊണ്ട് സമ്പത്ത് വിനിയോഗം ചെയ്തു എന്നുള്ള കേസൊക്കെയാണ് EDയുടെ പരിധിയിൽ വരുന്നത്. ED അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ടാവും. NIA കണ്ടെത്താത്ത കാര്യങ്ങൾ ചിലപ്പോൾ ED കണ്ടെത്തിയിട്ടുണ്ടാവും. അത് കോടതിയിൽ വരട്ടെ. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ പറയുന്നത് ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അസുഖം പിടിച്ചു കിടക്കുന്ന ആൾക്ക് പോലും ജാമ്യം കൊടുക്കാതെ സുപ്രീം കോടതി ജാമ്യം കൊടുക്കാതെ ഇട്ടിട്ടില്ലേ? എന്താ കാര്യം? അപ്പൊ ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി പോലും ഇവരുടെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. പല കേസുകളിലും പല നേതാക്കന്മാർ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട്. ശ്രീ RV ബാബു, സാധാരണഗതിയിൽ EDയുടെ ഒരു നോട്ടീസൊക്കെ വരുമ്പോൾ തന്നെ നമ്മളൊക്കെ എപ്പോഴും വാർത്തകളിലൂടെയാണ് എനിക്കൊക്കെ ഇതറിയുന്നത്. EDയുടെ നോട്ടീസ് വരുന്നു, അവിടെ അതിന് പിന്നാലെയുള്ള നടപടികൾ കാണുന്നു. ഇതിപ്പോ ഇന്നലെ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയതല്ലാതെ ഇവരൊന്നും വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ശ്രീ RV ബാബു, അത് അവരറിയിച്ചോളുന്നേ. അതായത് ED അത് അതിന്റെ സമയത്ത് അറിയിച്ചോളും. ED ആദ്യം ഈ മാധ്യമങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിനകത്ത് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് നിയമപരമായി കോടതി ചോദ്യം ചെയ്യാം. EDയുടെയോ അല്ലെങ്കിൽ NIAയുടെയോ അന്വേഷണ ഏജൻസികളുടെയോ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് കോടതി ചോദ്യം ചെയ്യാലോ. അവർക്ക് കോടതി പോവാം. നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണെന്നേ. ശ്രീ അൻസാരി ആരോപിക്കുന്നത് ഈ നമുക്കറിയാം ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും ഒരുപക്ഷെ SDPI പോലെ ഒരു പാർട്ടിക്ക് എത്ര കണ്ട് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ പഞ്ചായത്ത് തലത്തിൽ നമുക്കറിയാം പലയിടങ്ങളിലും അവർ വളരെ കാര്യമായ സ്വാധീനം ചെലുത്തുന്നവരാണ്. അതൊക്കെ മുന്നിൽ കണ്ടാണ് ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പും നടപടിയും എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. ശ്രീ RV ബാബു, അല്ല, അവരുടെ ആരോപണം